മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ വൈദികരെ, പ്രിയമുള്ള സിസ്റ്റേഴ്സ്, പ്രിയമുള്ള മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുമക്കളെ, വലിയ നോമ്പിന്റെ 20ാമത്തെ ദിനത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ്. ഇന്ന് നമ്മുടെ വിചിന്തനത്തിനായിട്ട് നൽകിയിരിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 21-ാമത്തെ അധ്യായം 28 മുതൽ 32 വരെയുള്ള വചനങ്ങളാണ്. ഈ തിരുവചന ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഒന്നാമതായിട്ട് നമ്മൾ കണ്ടുമുട്ടുകയാണ്, ഒരു മനുഷ്യന് 2 പുത്രന്മാരുണ്ടായിരുന്നു. അവൻ ഒന്നാമന്റെ അടുത്ത് പോയി പറഞ്ഞു, മകനെ, പോയി ഇന്ന് മുന്തിരിത്തോട്ടത്തിൽ ജോലി ചെയ്യുക. ഞാൻ പോകാം എന്ന് അവൻ പറഞ്ഞു, എങ്കിലും പോയില്ല. അവൻ രണ്ടാമന്റെ അടുത്ത് ചെന്ന് ഇത് തന്നെ പറഞ്ഞു. അവനാകട്ടെ, എനിക്ക് മനസ്സില്ല എന്ന് പറഞ്ഞു, എങ്കിലും പിന്നീട് പശ്ചാത്തപിച്ച് അവൻ പോയി. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം. ജീവിതത്തിൽ പ്രകാശം പരത്താനായിട്ട്, നന്മ ചെയ്യാനായിട്ട് ജീവിതത്തിൽ കിട്ടുന്ന അവസരങ്ങൾ അതിൻ്റെ കൃത്യതയിൽ നിർവഹിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ടോ? ജീവിതത്തിൽ വളർത്തേണ്ട പുണ്യങ്ങളെ വളർത്താനായിട്ട് ഇവിടെ നമ്മൾ നോക്കിയാൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ആ പിതാവ് ചെന്ന് 2 പുത്രന്മാരോടും ചോദിക്കുകയാണ്, അനുസരണം എന്ന പുണ്യത്തിന് വളരാനായിട്ട്, അനുസരണം എന്ന പുണ്യത്തിന്റെ കൃപയെ സ്വന്തമാക്കാനായിട്ട് 2 പേരുടെയും ജീവിതത്തിലേക്ക് അവസരങ്ങൾ ഒഴുകിയിറങ്ങുമ്പോൾ ഒരാൾ പറയുകയാണ്, ഞാൻ അനുസരിക്കാമെന്ന് പറഞ്ഞിട്ടും മറുതലിച്ച് നടക്കുകയും, ഞാൻ അനുസരിക്കുകയില്ല എന്ന് പറഞ്ഞിട്ടും അനുസരണത്തിന്റെ പാതയിലേക്ക് മറ്റേയാൾ കടന്നു വരുന്നതും വചനത്തിൽ നമ്മൾ കണ്ടുമുട്ടുകയാണ്. 6 വയസ്സുള്ള ഒരു ആൺകുട്ടി 4 വയസ്സുള്ള തന്റെ സഹോദരിയെയും കൊണ്ട് ഒരു കടൽ തീരത്ത് നടക്കുകയാണ്. കുറെ സമയം നടന്ന ശേഷം അവർ തിരിച്ച് അവരുടെ സ്വന്തം ഭവനത്തിലേക്ക് തിരിച്ചു പോകുന്നു. അവർ തിരിച്ചു നടന്നു തുടങ്ങി. കുറച്ചു സമയം കഴിഞ്ഞപ്പോഴാണ് സഹോദരൻ മനസ്സിലാക്കുന്നത്, സഹോദരി കൂടെയില്ല. അവന്റെ ചങ്ക് ഒന്നിടിച്ചു. അവൻ തിരിഞ്ഞ് ഓടാൻ തുടങ്ങി. സഹോദരിയെ എവിടെയാണ് നഷ്ടപ്പെട്ടത് കണ്ടു കിട്ടാനായിട്ട് അവൻ അവിടെയും ഇവിടെയെല്ലാം നോക്കി നടന്നു ചെല്ലുമ്പോൾ ഈ സഹോദരി ഒരു കടയുടെ മുൻപിൽ നിന്ന് നിൽക്കുന്നു. അവൾ ആ കടയ്ക്കുള്ളിൽ വെച്ചിരിക്കുന്ന ടെഡി ബിയർ പാവക്കുട്ടിയെ നോക്കി നിൽക്കുകയാണ്. ആ പാവക്കുട്ടി അവളെ ഒത്തിരി ആകർഷിച്ചു എന്ന് സഹോദരന് മനസ്സിലായി. സഹോദരൻ സഹോദരിയോട് ചോദിച്ചു, നിനക്ക് അത് വേണമോ? നിറപുഞ്ചിരിയോടെ അവൾ പറഞ്ഞു, എനിക്കത് വേണം. അവൻ അവളുടെ വലത് കൈയും പിടിച്ച് ഈ കടയ്ക്കുള്ളിലേക്ക് കയറി ചെല്ലുകയാണ്. കട ഉടമസ്ഥൻ ഇതെല്ലാം നോക്കിക്കൊണ്ട് നിൽക്കുന്നു. അവൻ ആ കടയിൽ ചെന്ന് ഈ പാവക്കുട്ടിയെ എടുത്ത്, ടെഡി ബിയർ എടുത്ത് ഈ സഹോദരിയുടെ കയ്യിൽ കൊടുത്തു. അവൾ ഒത്തിരി സന്തോഷത്തോടെ 2 കൈയും കൊണ്ട് അതിനെ ചേർത്ത് പിടിച്ചു. അവൻ അതിനുശേഷം ആ കട ഉടമസ്ഥന്റെ അടുക്കൽ ചെന്നിട്ട് ചോദിച്ചു, ഇതിന് എത്ര വില വരുന്നു? കട ഉടമസ്ഥൻ ചോദിച്ചു, നിന്റെ കയ്യിൽ എന്തുണ്ട്? അവൻ കടൽ തീരത്ത് നിന്ന് ശേഖരിച്ച കുറെ കക്കകളും അതോടൊപ്പം തന്നെ കുറെ മുത്തുച്ചിപ്പിയുടെ തോടുകളുമൊക്കെ അവന്റെ കയ്യിൽ ഉണ്ടായിരുന്നു. അവൻ അതെല്ലാം കൂടി അദ്ദേഹത്തിന്റെ മേശമേൽ കൊടഞ്ഞിട്ടു. അതിനുശേഷം അവൻ ചോദിച്ചു, ഇത് മതിയോ? കട വ്യാപാരി ഒരു കാര്യം ചെയ്തു. അതിൽ കുറച്ച് കക്കകൾ പറക്കിയെടുത്ത് തൻ്റെ പണമേശയിൽ നിക്ഷേപിക്കുന്നത് പോലെ കാണിച്ച് ബാക്കിയുള്ളത് അവന്റെ തൊപ്പിക്കുള്ളിലേക്ക് തന്നെ ഇട്ടുകൊടുത്ത് അവനെ പറഞ്ഞയച്ചു. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ജീവിതത്തിൽ നന്മ പ്രകാശിപ്പിക്കുവാനായിട്ട്, നന്മയുടെ പ്രകാശം അപരനിലേക്ക് ചൊരിയാനായിട്ട് ജീവിതത്തിൽ അനുനിമിഷം നമുക്ക് സാധ്യമാകണം. നമ്മുടെ ഈ നന്മയുടെ പ്രകാശം അപരനിലേക്ക് ചൊരിയുമ്പോൾ പ്രിയമുള്ളവരെ, അത് അപരന്റെ മുഖത്തെ വലിയൊരു സന്തോഷവും പുഞ്ചിരിയും അതോടൊപ്പം തന്നെ ഹൃദയത്തിന്റെ നന്മയുമായിട്ട് മാറുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈശോനാഥൻ വളരെ കൃത്യമായിട്ട് ഇന്നത്തെ തിരുവചനത്തിൽ പറയുന്നത്, യോഹന്നാൻ നീതിയുടെ മാർഗത്തിലൂടെ നിങ്ങളെ സമീപിച്ചു, നിങ്ങൾ അവനിൽ വിശ്വസിച്ചില്ല. എന്നാൽ ചുങ്കക്കാരും വേശ്യകളും അവനിൽ വിശ്വസിച്ചു. നിങ്ങൾ അത് കണ്ടിട്ടും അവനിൽ വിശ്വസിക്കുന്ന വിധം അനുതപിച്ചില്ല. ചുങ്കക്കാരും വേശ്യകളും ഈ നന്മ കണ്ടപ്പോൾ ആ നന്മയുടെ അടുത്തേക്ക് ഓടിച്ചെല്ലാനായിട്ട്,
സക്കേബോസ് ഓടിയെടുത്തതുപോലെ, പാപിനിയായ സ്ത്രീ കണ്ണീര് കൊണ്ട് തിരുപ്പാദം കഴുകിയതുപോലെ ലോകത്തില് നമുക്ക് ചിന്തിച്ചു നോക്കണം. തമ്പുരാൻ കൃപ ചൊരിയുമ്പോൾ ആ പ്രകാശത്തിലേക്ക് എൻ്റെ ജീവിതത്തെ ഒന്ന് ചേർത്ത് വെക്കുവാനായിട്ട്, എൻ്റെ ജീവിതം അപ്രകാരം ഒരു പ്രകാശപൂരിതമാക്കുവാൻ, നന്മയാക്കി മാറ്റുവാനായിട്ട് ജീവിതത്തില് സാധ്യമാകണം. പ്രിയമുള്ളവരെ, ജീവിതം നന്മയാൽ നിറയപ്പെടുമ്പോൾ ജീവിതം അർത്ഥപൂർണമാകുന്നു. ജീവിതം നന്മയാൽ നിറയപ്പെടുമ്പോൾ അവരൻ്റെ മുൻപിലേക്ക് അത് വെളിച്ചമാകുന്നു. ജീവിതം നന്മയാൽ നിറയപ്പെടുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ ഒരാത്മീയ സന്തോഷവും സംതൃപ്തിയും അനുഭവിക്കുവാനായിട്ട് നമുക്ക് സാധ്യമാകുന്നു. ഒരു നിമിഷം തീക്ഷണമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, വലിയ നോമ്പിന്റെ 20ാമത്തെ ദിനത്തിൽ ഞങ്ങൾ ആയിരിക്കുമ്പോൾ ദൈവകൃപയെ കണ്ടെത്തുവാനും ദൈവാനുഗ്രഹത്തിന്റെ സാന്നിധ്യത്തെ അനുഭവിച്ചുകൊണ്ട് നന്മയുടെ പാതയിൽ സഞ്ചരിക്കുവാനും നന്മയുടെ പ്രകാശം പരത്തുന്ന നല്ല ഉപകരണങ്ങളായി അങ്ങയുടെ കരത്തിൽ മാറുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദിവ്യകാരുണ്യനാഥന്റെ സന്നിധിയിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ ചേർത്ത് വെക്കാം. ആമേൻ. ആരാധന 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 ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് അർഹനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഒരു നിമിഷം കരങ്ങളെ കൂപ്പി തമ്പുരാന്റെ തിരുസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. വളരെ പ്രത്യേകമായിട്ട് ഇന്നേ ദിവസം അനുസരണക്കേടിന്റെ ദുരാത്മാവ് ബാധിച്ച എല്ലാ മക്കളുടെയും വിടുതലിന് വേണ്ടിയിട്ട് തീക്ഷണമായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഒത്തിരിയേറെ മാതാപിതാക്കളുടെ വലിയൊരു സങ്കടമാണ് മക്കളിലെ അനുസരണക്കേടിന്റെ ദുരാത്മാവ്. തിരുവചനത്തിൽ നാം ഇപ്രകാരം വായിക്കുകയാണ്: ഈശോ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വന്നു. ഈ നിമിഷം ദിവ്യകാരുണ്യ സന്നിധിയിലായിരിക്കുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ മക്കളെയൊക്കെ ചേർത്ത് വെച്ചൊന്ന് പ്രാർത്ഥിക്കാം. പലപ്പോഴും മാതാപിതാക്കളുടെ കണ്ണീര് അവരുടെ അനുസരണക്കേട് മൂലം വീഴുകയാണ്. ചിലപ്പോഴൊക്കെ ജീവിതത്തിൽ അത് വലിയ തടസ്സമായിട്ട്, ബന്ധനമായിട്ട് മാറാറുണ്ട്. പ്രിയമുള്ളവരെ, ഈ നിമിഷം തീക്ഷണമായിട്ട് തമ്പുരാന്റെ സന്നിധിയോടൊന്ന് ചേർത്ത് വെച്ച് എല്ലാ മക്കളെയും ഒന്ന് ചേർത്ത് വെച്ച് അനുസരിക്കാനായിട്ട്, ദൈവവചനത്തെ അനുസരിക്കാനായിട്ട്, മാതാപിതാക്കളെ അനുസരിക്കാനായിട്ട്, അധ്യാപകരെ അനുസരിക്കുവാനായിട്ട്, മുതിർന്നവരെ ബഹുമാനിക്കാനൊക്കെ ആയിട്ട് പ്രയാസം നേരിടുന്ന അനേകരുണ്ട്. പല വിധത്തിലുള്ള തിന്മകൾക്കും വിപത്തുകൾക്കും അടിമപ്പെട്ടു പോയവരുണ്ട്. അവരുടെയൊക്കെ വിമോചനത്തിന് വേണ്ടിയിട്ട് ഈ നിമിഷം ദിവ്യകാരുണ്യ സന്നിധിയിൽ ഒന്ന് തീക്ഷണമായിട്ട് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ ഈ നിമിഷം നമുക്ക് ഓരോരുത്തർക്കൊന്ന് പ്രാർത്ഥിക്കാം. എൻ്റെ അനുസരണക്കേട് മൂലം കണ്ണീരൊഴുക്കിയവരുണ്ട്. എൻ്റെ അനുസരണക്കേട് മൂലം ജീവിതത്തിൽ ഒത്തിരി വേദന അനുഭവിച്ചിട്ടുണ്ട്. അവരെ ഓരോരുത്തരെയും ഈശോനാഥ നീ സൗഖ്യപ്പെടുത്തണമേ എന്ന് ആഗ്രഹിച്ചത് പ്രാർത്ഥിക്കാം. ദൈവമേ, നിന്റെ അനുഗ്രഹത്തിനും കൃപയ്ക്കും വേണ്ടിയിട്ടാണല്ലോ ഞാൻ ഈ നിമിഷമായിരിക്കുന്നത്. വളരെ പ്രത്യേകമായിട്ട് ദിവ്യകാരുണ്യനാഥന്റെ തിരുപ്പാദത്തിലേക്ക് ചേർത്ത് വെക്കുകയാണ്. കരയുന്ന മാതാപിതാക്കളുടെ കണ്ണീരിനെ ചേർത്ത് വെക്കുന്നു. മക്കളെ ഓർത്ത് നിലവിളിക്കുന്ന മാതാപിതാക്കന്മാർ, ഒത്തിരിയേറെ മാതാപിതാക്കന്മാർ തങ്ങളുടെ മക്കളുടെ അനുസരണക്കേടിനെ ഓർത്ത് വിലപിക്കുന്നവർ ഇന്നേ ദിവസം പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അവരെ ഓരോരുത്തരെയും ഒന്ന് ചേർത്ത് വെക്കാൻ. ഈശോയെ, നിന്റെ കൃപയും അനുഗ്രഹവും നീ അവരിലേക്ക് വർഷിക്കണം.
ദൈവികമായ ശക്തിയോട് ചേരാനായിട്ട്, ദൈവ അഭിഷേകത്തിലായിരിക്കുവാനായിട്ട്, ദൈവവചനത്തിന്റെ ശക്തിയാൽ നിറയപ്പെടുവാനായിട്ട് നീ അവരെ അനുവദിക്കണമേ. ഇന്നത്തെ വചനം മത്തായി എഴുതിയ സുവിശേഷം 21-ാം അധ്യായം 31-ാം വാക്യം. ഈ രണ്ടുപേരിൽ ആരാണ് പിതാവിന്റെ ഇഷ്ടം നിറവേറ്റിയത്? അവർ പറഞ്ഞു, രണ്ടാമൻ. യേശു പറഞ്ഞു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ചുങ്കക്കാരും വേശ്യകളുമായിരിക്കും നിങ്ങൾക്ക് മുൻപേ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. ഇന്നത്തെ നിയോഗം യഥാർത്ഥ മാനസാന്തരത്താൽ നിറയപ്പെടുവാനായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടി കരങ്ങൾ നമുക്കൊന്ന് കൂപ്പാം. ദൈവസന്നിധിയോട് ജീവിതത്തെ ഒന്ന് ചേർത്ത് വെക്കാം. ദൈവാനുഗ്രഹത്തിന്റെ ശക്തിയും കൃപയും ഒഴുകി ഇറങ്ങാനായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് അർഹനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും ദിവ്യകാരുണ്യത്തിന്റെ അനുഗ്രഹവും നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.